നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 708 708. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. നമുക്ക് ഇന്ന് 201 സർഗം വസുദേവസ്തുതി, ഭഗവാന്റെ ഉത്തരം, ദേവകി ദേവിയുടെ പുത്രദർശന ആകാംക്ഷ, ഇങ്ങനെ ഒരു 3 കാര്യങ്ങൾ ഒന്നായിട്ടുള്ളൊരു സർഗമാണ്. അതിൽ 8ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. അതെന്തായിരുന്നു? തീയിന്നു ചൂട്, വെള്ളത്തിൽ തണുപ്പും, ഊഴിക്കു ഗന്ധം, മറ്റും നിൻ തൃക്കടാക്ഷത്താൽ മാത്രമാണെന്നറിഞ്ഞു ഞാൻ. അതായത് തീയിൻ്റെ ചൂട് അത് ഈശ്വരീയതയാണ്. വെള്ളത്തിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ രുചി അത് ഈശ്വരീയതയാണ്. പിന്നെ മണ്ണിൻ്റെ ഗന്ധം. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ സൂക്ഷ്മ അവസ്ഥയാണ്. നേരെ മറിച്ച് തീയെ കാണുന്നത് സ്ഥൂലാണ്, ചൂട് അനുഭവമാണ്. ഭൂമി കാണുക എന്നുള്ളത് സ്ഥൂലാണ്, ഈശ്വരൻ്റെ സ്ഥൂലരൂപമാണ്. പക്ഷേ അതിൻ്റെ ഗന്ധം എന്നുള്ളത് സൂക്ഷ്മരൂപമാണ്. വെള്ളം എന്നുള്ളത് സ്ഥൂലരൂപമാണ്, അതിൻ്റെ ഗുണം സൂക്ഷ്മമാണ്. ശരീരം എന്നുള്ളത് സ്ഥൂലാണ്, ആത്മദർശനം എന്നുള്ളത് സൂക്ഷ്മമാണ്. ഇനി അടുത്തത്, കൊടുങ്കാറ്റടിയിൽ പൂത്തു പുൽത്തുമ്പുകൾ എന്നതുമാതിരി. പുല്ലിൻ്റെ തുമ്പുകൾ, വേരോടുകൂടി പുല്ല് പൂവില്ല, പക്ഷെ പുല്ലിൻ്റെ തുമ്പുകൾ കടന്ന് ആടും. എവിടെ? കൊടുങ്കാറ്റടിയിൽ പുൽത്തൂമ്പുകൾ എന്നതുമാതിരി ബ്രഹ്മാണ്ടം അഖിലം നിന്നാൽ പ്രവർത്തിക്കുകയാം വിഭോ. ബ്രഹ്മാണ്ടമഖിലം നിന്നാൽ, അങ്ങയാൽ പരിരക്ഷിക്കപ്പെടും. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതൊക്കെ ഭഗവന്മയാണ്. സാമാന്യദിക്കും പ്രത്യേകം, ഓരോ ദിക്കും അതേവിധം ആകാശം ശബ്ദം, അതിൽ നിന്ന് ആകാരം പൂണ്ടവർണ്ണവും. വാട്ട് എ പ്രസൻറ്റേഷൻ! സാമാന്യദിക്കും പ്രത്യേകം, ഓരോ ദിക്കും അതേവിധം ആകാശം ശബ്ദം, അതിൽ നിന്ന് ആകാരം പൂണ്ടവർണ്ണവും. ആകാശത്ത് പല രൂപത്തിലുള്ള എന്താണെന്ന് പറയുക, മേഘങ്ങൾ കാണാം. ചിലത് കുതിരയെ പോലെ, ആനയെ പോലെ, അല്ലെ മനുഷ്യനെ പോലെ. അതൊക്കെ ഭഗവാന്റെ എന്താണെന്ന് പറയുക, ചാരിഷ്മ എന്ന് പറയും. എന്താ ചാരിഷ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ വിഭൂതികൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, വിചാരം, ഓർമ്മ, വിജ്ഞാനം, ബുദ്ധി, വസ്തുപ്രകാശനം, ജീവനും ഭേദഭാവങ്ങൾ ഉളവാക്കുന്ന മായയും. എന്താ? വിചാരം, ഓർമ്മ, വിജ്ഞാനം, ബുദ്ധി, വസ്തുപ്രകാശനം, ജീവന് ഭേദഭാവങ്ങളും ഉളവാക്കുന്ന മായയും. സർവവും കൽപ്പിതം നീയാം, എല്ലാം കൽപ്പിക്കുന്നത് നീയാണ്. കൽപ്പിതം നീയാം സച്ചിദാനന്ദ വസ്തുവിൽ നശിക്കാതെ വിളങ്ങുന്നു കൃഷ്ണ. നീ നീ നശ്വരങ്ങളിൽ. നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിലുള്ള ഗുണങ്ങളും അങ്ങയുടെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മനുഷ്യനിലുള്ള ആത്മാവ്, സൽസ്വഭാവം, ദുഷ്പ്രഭാവം ഒക്കെ നമ്മളെ ബാധിക്കണതാ. പൂവിൻ്റെ മണം, പൂവിൻ്റെ ആകൃതി ഒക്കെ നശിക്കും, പക്ഷേ അനുഭവിച്ചതൊന്നും നശിക്കില്ല. ഇഷ്ടം, ദേഷ്യം, ഇതൊക്കെ അനുഭവമാണ്, അത് നശിക്കില്ല.
അപ്പോൾ സർവവും കൽപ്പിതം നീയാം സച്ചിദാനന്ദ വസ്തുവിൽ നശിക്കാതെ വിളങ്ങുന്നു കൃഷ്ണ നീ നശ്വരങ്ങളിൽ സ്വർണം കടകേയൂരം കുണ്ടലാദിയിലെന്ന പോൽ വള തള ചെയിന് കാത് കടുക്കൻ മുക്കുത്തി ഒക്കെ വെവ്വേറെ രൂപങ്ങളാണ്. പക്ഷേ അതിൻ്റെ നിദാനം എന്താ, ബേസ് എന്താ, സ്വർണ്ണമാണ്. അതുപോലെ ആത്മാവ് പരമാത്മ ചൈതന്യം അതിൽ നാനാത്വം കണ്ട് ഭ്രമിക്കണ്ട, ഏകത്വം കണ്ട് രസിച്ചാൽ മതി. സ്വർണം കടകേയൂര കുണ്ടലാദിയിലെന്ന പോലി കാൺമതൊക്കെയും നിന്നിൽ കേവലം തോന്നൽ മാത്രമാം നാമരൂപാതി മിന്നിപ്പൂ കാരണത്തേന നീ വിഭൂ. 14-ാമത്തെ 2 വരി, പക്ഷെ അത് മതി. നാമരൂപാതി മിന്നിപ്പൂ കാരണത്വേന നീ വിഭോ. ഈ വിധം നിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിടാതെ, ഈ വിധം നിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിടാതെ മാനുഷൻ സംസാരത്തിൽ കിടന്നോരോ കർമ്മത്തിൽ പെട്ടുവാഴുകയാം. ഭഗവാനെ അറിയാതെ കണ്ട് തപ്പി നടക്കുകയാണ്. എവിടെ ഈശ്വരൻ, എവിടെ ഈശ്വരൻ? ഈശ്വരൻ ഉള്ളിലാണ്, അതിനെ നമുക്ക് അനുമോദിക്കാൻ അറിയണില്ല. അപ്പോൾ ഈ വിധം നിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിടാതെ മാനുഷൻ സംസാരത്തിൽ കിടന്നോരോ കർമ്മത്തിൽ പെട്ടുവാഴുകയാം. ആകയാൽ അഖിലാത്മാവാം നിന്നെ സേവിച്ചു മന്നിതിൽ ജന്മം സംശുദ്ധമാക്കേണം. അതാം കർത്തവ്യം ഏവനും. ഓരോരുത്തരുടെയും കർത്തവ്യം എന്താ? ഈശ്വരോപാസന ചെയ്ത് രക്ഷപ്പെടുക. ധർമാർത്ഥ കാമ മോക്ഷം അതാണ്. അത് കള്ള് കുടിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് അല്ലെങ്കിൽ ചരസ്, ഇപ്പോഴത്തെ കെമിക്കൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ജന്മം പാഴാക്കരുത്, ആരും നശിപ്പിക്കരുത്, എല്ലാവരെയും വളർത്തി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് വളർത്തി കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പോൾ ആകയാൽ അഖിലാത്മാവാം നിന്നെ സേവിച്ചു മന്നിതിൽ ജന്മം സംശുദ്ധമാക്കേണം. അതാം കർത്തവ്യമേവനും. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഉണ്ട്. എന്തോ ഭാഗ്യത്തിനാലാർന്ന മഹത്താം ജന്മമൂഴിയിൽ, എന്തോ മഹത്താം ഭാഗ്യം കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വൃഥാ കളയരുത്. എന്തോ ഭാഗ്യത്താലാർന്ന മഹത്താം ജന്മമൂഴിയിൽ ഭഗവത് ശരണം ഭോജ ഭക്തി ജ്ഞാന പരിശ്രമം. ഭഗവത് ശരണം ഭോജം, ഭഗവാന്റെ തിരുവാദ പത്മത്തിലുള്ള ഭക്തി ജ്ഞാന പരിശ്രമം. പരിശ്രമം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ആവതും ചെയ്തിടാതായുഷ്കാലം പോക്കുകയാം നരൻ. മനുഷ്യൻ എന്ത് ചെയ്യണു? ആവതും ചെയ്തിടാതെ, ഒന്നും ചെയ്യാണ്ട് ആവതും ചെയ്തിടാതെ ആയുഷ്കാലം പോക്കുകയാം നരൻ. ഓർത്താൽ ഇതിൽ പരം കഷ്ടം എന്തോ നാണുര ചെയ്യുവാൻ. ഇതിനേക്കാൾ വൃത്തികെട്ട പരിപാടി വേറെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഓർത്താൽ ഇതിൽ പരം കഷ്ടം എന്തെന്നാണ് ഉര ചെയ്യുവാൻ. അവൻ അങ്ങനെയാം ഞാനോ യോഗ്യൻ. മറ്റേവൻ ഇങ്ങനെ ഈ മട്ടിൽ നാവിൻ കഴിവ് നശിപ്പിക്കും മനുഷ്യനെ. പരിതപിക്കുകയാണ് കവി. അവൻ ഇങ്ങനെയാം ഞാനോ യോഗ്യൻ. ഇങ്ങനെ പുകഴ്ത്തിപ്പറിയ ആൾക്കാർ, അത് ശരിയല്ല. മറ്റേവൻ ഇങ്ങനെ ഈ മട്ടിൽ നാവിൻ കഴിവ് നശിപ്പിക്കും മനുഷ്യനെ. നാവാണ് മനുഷ്യൻ്റെ കഴിവിനെ നശിപ്പിക്കുന്നത്. വർത്തമാനം, ആവശ്യമില്ലാത്ത വർത്തമാനം. ഞാനും എൻ്റേതും ഈ വണ്ണം സ്നേഹപാശത്തളപ്പിനാൽ. സത്യത്തിൽ എന്താ ഉള്ളത്? ആരുടെ സ്വന്തം? ആരും ആരുടെ സ്വന്തമല്ല. അതാണ് സത്യം. പിന്നെ മായ, അത്രയേ ഉള്ളൂ. ഞാനും എൻ്റേതും ഈ വണ്ണം സ്നേഹപാശത്തളപ്പിനാൽ മായാശക്തിയുടൻ കെട്ടി വരിഞ്ഞിടുകയാം വിഭു. നമ്മളെ പ്രകൃതി കെട്ടി വലിച്ചിഴയ്ക്കാണ്. നീ നരകത്തിലേക്ക് പോടാ, നീ സന്മാർഗത്തിൽ പോരുത് എന്ന് പറഞ്ഞിട്ട്. അവിടെ ആർക്കാ നഷ്ടം? നമുക്ക് അല്ലേ? ഭൂഭാരം തീർക്കുവാൻ മണ്ണിൽ പിറന്നാർ നിങ്ങൾ ഈ വിധം. രാമകൃഷ്ണന്മാർ പറഞ്ഞത് എന്തിനാ? ഭൂഭാരം തീർക്കുവാൻ മണ്ണിൽ പിറന്നാർ നിങ്ങൾ ഈ വിധം. രണ്ടാളും ഞങ്ങൾ തൻ മക്കളല്ല നീ ചൊല്ലിയില്ലയോ? അതല്ല ശരി. രണ്ടാളും ഞങ്ങൾ തൻ മക്കളല്ല നീ ചൊല്ലിയില്ലയോ? ശരിയാണ്.
എന്തിനാ തെറ്റെന്ന് പറഞ്ഞത്? അതല്ലേ ശരി. എന്നിട്ടോ സൂതീഗൃഹത്തിൽ വെച്ച അന്ന് അരവിന്ദലോചന, എൻ്റെ പ്രസവമുറിയിൽ, ദേവി പറയാ, എൻ്റെ പ്രസവമുറിയിൽ സൂതീഗൃഹത്തിൽ വെച്ച് അന്നാൾ അരവിന്ദലോചന ആകയാൽ ആശ്രയിക്കുന്നേനിതാ നിൻ പാദപങ്കജം. ഈ ഉപദേശം അങ്ങയെ പ്രസവിക്കുന്നതിന് മുമ്പ് ചതുർഭുജനായിട്ട് ഞങ്ങൾക്ക് ദർശനം തന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കണം, ഞാനത് കേൾക്കണം. ഇനി എനിക്ക് ഒന്നും പറയാനില്ല. ആകയാൽ ആശ്രയിക്കുന്നേനിതാ നിൻ പാദപങ്കജം, വെറും ശരീരമാം ഞാൻ എൻ മകൻ നീ എന്നും ഈ വിധം തോന്നായക ഇനി മനക്കാമ്പിൽ നിൻ മഹത്വം മറക്കുവാൻ താൻ തന്നെ തീർത്ത പല മട്ടുപാതികളൊക്കെയും ആകാശം പോലെ നിർലേപൻ നീ വിളങ്ങുകയല്ലയോ. ആകാശത്തിൽ എത്ര കൊടുങ്കാറ്റുണ്ടായാലും ആകാശത്തിന് യാതൊരു അളക്കില്ല. എത്ര ഭൂരേണുക്കൾ ആകാശത്തിൽ പോയി, പക്ഷേ അതൊക്കെ സബ്സിഡൈസ് ചെയ്തിട്ട് ഭൂമിയിൽ തന്നെ വന്നു അല്ലേ. അതേപോലെ ആർക്ക് ഭാര്യ, ആർക്ക് ഭർത്താവ്, ആർക്കും മകൻ. അതാണ് താൻ തന്നെ തീർത്ത പല മട്ട് ഉപാധികളൊക്കെയും ആകാശം പോലെ നിർലേപൻ. ഒന്നും ആകാശത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. നിർലേപൻ നീ വിളങ്ങുകയല്ലയോ. അച്ഛൻ്റെ മൊഴി കേട്ട് അമ്പാർന്നോദിനാൻ മെല്ലെ അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ്. പരമൈശ്വര്യമൊട്ടാകെ മറച്ചു കരുണാനിധി, പരമൈശ്വര്യമൊട്ടാകെ മറച്ചു കരുണാനിധി, ജ്ഞാനത്തെക്കാൾ ഉത്തമമാം പുത്രഭാവം മുറയ്ക്കുവാൻ, ജ്ഞാനത്തെക്കാൾ ഉത്തമമാം പുത്രഭാവം മുറയ്ക്കുവാൻ പാൽ പുഞ്ചിരി പൊഴിച്ചും കൊണ്ട് അലിഞ്ഞ് ആശ്രിതവത്സലൻ. അതാണ് നമ്മളെപ്പോഴും ഭഗവാന്റെ പുഞ്ചിരി കാണാൻ താല്പര്യപ്പെടരുത്. ഭഗവാൻ നിരാകാരനാണ്. നമ്മൾ ജീവനുള്ളവരെ ചിരിപ്പിക്കുക, നമ്മൾ സ്വയം ചിരിക്കുക. ആരെ കാണുമ്പോഴും കൊഞ്ഞനം കാണിക്കാതെ ഇരിക്കുക. അച്ഛൻ്റെ മൊഴി കേട്ടമ്പാർന്നോദിനാൻ മെല്ലവേ, പരമൈശ്വര്യമൊട്ടാകെ മറച്ചു കരുണാനിധി, ജ്ഞാനത്തെക്കാളും ഉത്തമമാം പുത്രഭാവം മുറയ്ക്കുവാൻ പാൽ പുഞ്ചിരി പൊഴിച്ചും കൊണ്ട് അലിഞ്ഞ് ആശ്രിതവത്സലൻ ഞങ്ങളോടൊരു ചെറുതുള്ളത് എത്രയും ശരി തന്നെയാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ശ്വേതകേതുവിനാവർത്തിച്ചുര ചെയ്തതില്ലയോ. ശ്വേതകേതു ഒരു ഉപനിഷത്ത് കഥാപാത്രമാണ് ശ്വേതകേതു. അപ്പോൾ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു. പിന്നെയും മനസ്സിലാക്കാൻ ബാക്കി എന്തേ ഉള്ളൂ? പരമപുരുഷാർത്ഥം മോക്ഷമാണ് എന്നുള്ളത്. ഇതെല്ലാം ബ്രഹ്മമാം നീയും മധുതാനോർത്തുകൊള്ളണം. ഇതെല്ലാം ബ്രഹ്മമാം നീയും മധുതാനോർത്തുകൊള്ളണം. ഈ വണ്ണം പരമാത്മാവായി തന്നെയാം സർവപേരെയും ഓർക്കേണ്ടതെന്നും ഉൾപൂവിൽ ഉത്കർഷേശുക്കളെ വരും. ഉത്കർഷം ആഗ്രഹിക്കുന്നവരെ ഈ സത്യത്തെ ഫോളോ ചെയ്യണം. ഏത് സത്യം? അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. ആരും മോശക്കാരല്ല, എല്ലാവരും വിദ്വാൻമാരാണ്. ഈ വണ്ണം പരമാത്മാവായി തന്നെയാം സർവപേരെയും ഓർക്കേണ്ടതെന്ന് ഉൾപൂവിൽ ഉത്കർഷേശുക്കളെ വരും. താൻ തന്നെ തീർത്തുള്ളവയുൾപൂകി, താൻ തന്നെ തീർത്തുള്ളവയുൾപൂകി അല്ലേ. നാനാവിധത്തിലും നാമരൂപങ്ങൾ പൂണ്ടെങ്ങും മുടയോനുല്ലസിക്കയാം. തമ്പുരാൻ ആരാ? തമ്പുരാൻ നാട്ടിലെ പ്രമാണിയല്ല, സാക്ഷാൽ ജഗദീശ്വരനാണ് തമ്പുരാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അണ്ടവനും കണ്ടവനും തമ്പുരാൻ എന്ന് വിളിക്കരുത്. നമ്മളെ ഒരാൾ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തമ്പുരാനല്ല അട്ടുവോ. നന്നെ പോലെ ഒരാളെ നമ്മൾ വേണമെങ്കിൽ സോദരരെന്ന് കരുതാം, അത് തെറ്റില്ല. താൻ തന്നെ തീർത്തുള്ളവയുൾപൂകി നാനാവിധത്തിലും നാമരൂപങ്ങൾ പൂണ്ടെങ്ങും മുടയോനുല്ലസിക്കയാം. ഭഗവാൻ ഈ വിധം ചൊൽകെ തെളിഞ്ഞാൻ ആനകതുന്തുബി. വസുദേവർക്ക് സന്തോഷമായി. ഭഗവാൻ ഈ വിധം ചൊൽകെ തെളിഞ്ഞാൻ ആനകതുന്തുബി. ഇക്കാൺമതൊക്കെയും കൃഷ്ണനെന്നുറച്ചു വിളങ്ങിനാൻ. കാണുന്നതെല്ലാം കൃഷ്ണപ്രതിമകൾ, കൃഷ്ണരൂപങ്ങൾ, കറുത്തതും വെളുത്തതും ഇരുനിറത്തിലുള്ളതും ഒക്കെ
ഈ കാൺമതൊക്കെയും കൃഷ്ണൻ എന്നുറച്ചു വിളങ്ങിനാൻ രാമനും കൃഷ്ണനും വിശ്വനാഥന്മാരെന്നറിഞ്ഞുടൻ പ്രഭാസനദിയിൽ പൂണ്ടുമരിച്ച ഗുരുപുത്രനെ. അപ്പോൾ ദേവകി പറയാ കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പോൾ രാമനും കൃഷ്ണനും വിശ്വനാഥന്മാരെന്നറിഞ്ഞുടൻ പ്രഭാസനദിയിൽ പണ്ടു മരിച്ച ഗുരുപുത്രനെ ജീവിപ്പിച്ചത് കേട്ടേറെ വിസ്മയം പൂണ്ട ദേവകി തന്നുണ്ണികളെയും കാണാൻ കൊതിച്ചും കൊണ്ടു ചൊല്ലിനാൻ. കൃഷ്ണ, രാമ, എൻ്റെ 6 മക്കൾ നിങ്ങളുടെ സഹോദര സ്ഥാനത്തുണ്ടായിരുന്നവർ കംസൻ വട്ടക്കല്ലിൽ അടിച്ചു കൊല്ലുണ്ടായി. അവരെ ഒരു നോക്ക് കാണാൻ പറ്റുമോ? അമ്മാമനാം നിർദ്ദയനായ കംസൻ കൊന്നുള്ളോരെന്നുണ്ണികൾ 6 പേരെ നിങ്ങൾക്കെഴും ജ്യേഷ്ഠരെ ഒന്നു കാണാൻ കുമാരരെ ഞാൻ കൊതുപൂണ്ടിടുന്നേൻ. എനിക്ക് കൊതിയാവണം ഒരു പ്രാവശ്യം, എനിക്ക് അവരെ ഒന്ന് കണ്ടാൽ തിരക്കടില്ല. അമ്മാമനാം നിർദ്ദയനായ കംസൻ കൊന്നുള്ളോരെന്നുണ്ണികൾ 6 പേരെ നിങ്ങൾക്കെഴും ജ്യേഷ്ഠരെ ഒന്ന് കാൺമാൻ കുമാരരെ ഞാൻ കൊതുപൂണ്ടിടുന്നേൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകാധിക ദ്വിശതമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 202 സർഗമാണ്. ആ 202 സർഗത്തിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടില്ല. അത് ഒറിജിനൽ ടെക്സ്റ്റിൽ വിഷയാനുക്രമത്തിലാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 202 രാമകൃഷ്ണന്മാർ സുതലത്തിൽ. രാമകൃഷ്ണന്മാർ സുതലത്തിൽ. ഇത് കഴിഞ്ഞാൽ ഇത് നോക്കി എഴുതിയിട്ട് വേണ്ട മാതിരി ചെയ്തോളാം. രാമകൃഷ്ണന്മാർ സുതലത്തിൽ മഹാബലിയുടെ സ്തുതി പൂജകളും മറ്റും. ബലിയുടെ മഹാബലിനെ ആയിക്കോട്ടെ, മഹാബലി സ്തുതികൾ അത്ര മതി. ബാക്കി ഞാൻ എഴുതിണ്ടായിക്കോളാം. അപ്പോൾ 202 രാമകൃഷ്ണന്മാർ സുതലത്തിൽ. അതായത് സുതലം എന്ന് പറഞ്ഞാൽ അവർ ഈ ഭഗവാൻ വാമനാവതാര കാലത്ത് അയച്ചിരുന്ന സുതലത്തിൽ പോയിരുന്നു. അവിടെ മഹാവിഷ്ണു അദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഈ വണ്ണം രാമകൃഷ്ണന്മാരമ്മ ചൊൽവതു കേട്ടുടൻ സുതലം പോകിനാരമ്പാർന്ന് ചിന്തേ ഐശ്വര്യശാലികൾ. നോക്കൂ, ഈ വണ്ണം രാമകൃഷ്ണന്മാർ അമ്മ ചൊൽവത് കേട്ടുടൻ. അമ്മ എന്തു പറഞ്ഞു അത് നമ്മൾ കേൾക്കാൻ കടമപ്പെട്ടവരാ. അമ്മ പറഞ്ഞത് കേൾക്കാണ്ട ഭാര്യയും കുട്ടികളെ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ആർക്ക് എന്ത് തോന്നിയാലും എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞിട്ടല്ലേ? ഈ വണ്ണം രാമകൃഷ്ണന്മാർ അമ്മ ചൊൽവത് കേട്ടുടൻ സുതലം പോകിനാർ അമ്പാർന്ന് ചിന്തൈശ്വര്യശാലികൾ തനിക്കെന്നും ആരാധ്യ ദൈവമാം വിശ്വനാഥനെ. ആരുടെ കാര്യമാണ് പറഞ്ഞത്? മഹാബലിക്ക് എന്നെന്നും ആരാധ്യ ദൈവമാം വിശ്വനാഥനെ ആവിധം തൻ പുരത്തിങ്കൽ കണ്ടു പെട്ടെന്നു ഭാഗ്യവാൻ. താൻ അനവരതം ഭജിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ഇവിടെ ശ്രീകൃഷ്ണനായിട്ട്, ഏതൊരു ഭഗവാൻ അനന്തൻ്റെ മേൽ പള്ളുകൊള്ളുന്നുവോ ആ വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരാണ് കൃഷ്ണൻ. ആ അനന്തൻ ഇവിടെ ബലരാമനായിട്ടും. അവരെ രണ്ടാളെയും കൂടി കണ്ടപ്പോൾ തനിക്കെന്നെന്നും ആരാധ്യ ദൈവമാം വിശ്വനാഥനെ ആവിധം തൻ പുരത്തിങ്കൽ കണ്ടുപെട്ടെന്നു ഭാഗ്യവാൻ. എന്തെന്നില്ലാത്ത സന്തോഷം മാർന്ന് തൃക്കാൽക്കൽ വീണുടൻ നമസ്കരിച്ചു പൂജിച്ചു സകുടുംബം മഹാബലി. അത് വലിയൊരു ഉപദേശമാണ്. നമ്മളും മക്കളും എല്ലാവരും കൂടിയിട്ട് ഈശ്വരവചനം നടത്തിയതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ നന്ന്. ഞാൻ പറഞ്ഞ പ്രശ്നമാണ്. അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. എന്തെന്നില്ലാത്ത സന്തോഷം മാർന്ന് തൃക്കാൽക്കൽ വീണുടൻ നമസ്കരിച്ചു പൂജിച്ചു സകുടുംബം മഹാബലി.
രണ്ടുപേരും ഒരേ രത്നപര്യങ്കത്തിൽ വിളങ്ങവേ. ബലരാമനും ശ്രീകൃഷ്ണനും ഒരു രത്നസിംഹാസനത്തിൽ ഇരുന്നു എന്നാണ് പറഞ്ഞത്. രത്ന പര്യങ്കത്തിൽ വിളങ്ങവേ തൃപ്പാത് തീർത്ഥം മൂർധാവിൽ വിഹച്ചു വിമലാശയൻ. ബലി അവരുടെ രണ്ടാളുടെയും പാദപ്രക്ഷാളനം ചെയ്തിട്ട് പുണ്യാഹം കുടിച്ചു, പുണ്യാഹം തലയിൽ ധരിച്ചു. ത്രൈലോക്യവും തൻ കയ്യിൽ അമ്പാർന്ന് അർപ്പിച്ച ഭാഗ്യവാൻ ആനന്ദ ബാഷ്പാകുലനായോദിനാൻ തൊഴുകയുമായി. ത്രൈലോക്യവും തൻ തൃക്കയ്യിൽ അമ്പാർന്ന് അർപ്പിച്ച ഭാഗ്യവാൻ. ഈ 3 ലോകത്തെയും തൻ്റെ കൈകൊണ്ട് ഭഗവാൻ വാമനൻ്റെ തിരുപാദപത്മത്തിൽ വെച്ച് നമസ്കരിച്ചിട്ടുള്ള ആ ഭാഗ്യവാൻ, ആ ഭാഗ്യമാണ് ഇന്നിപ്പോൾ ഇവരെ രണ്ടാളും കൂടി ഒപ്പം കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ വ്യാസരെ കൊണ്ട് പറയിപ്പിക്കണതൊക്കെ വ്യാസരെ എഴുതും. അത് നമ്മൾ മനസ്സിലാക്കി അതിന് ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ ആനന്ദബാഷ്പാകുലനായോദിനാൻ തൊഴുകയുമായി കയ്യുകൂപ്പി അഞ്ജലീബന്ധം ചെയ്തിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാലും. രാമ ഹേ ജഗദാധാര, രാമ ഹേ ജഗദാധാര, കൃഷ്ണ വിശ്വേകപാലക, സാഖ്യയോഗങ്ങൾ മിന്നിക്കും സച്ചിദാനന്ദഗന്ധമേ. സാഖ്യായോഗത്തിൻ്റെ പ്രവർത്താവാണ് ആരാ ഇവര്? സാഖ്യായോഗത്തിൽ മിന്നിക്കും സച്ചിദാനന്ദഗന്ധമേ. രജസ്തമസ്സെഴുന്നോർക്ക് ഈ ദർശനം തന്നെ ദുർലഭം. രജോ ഗുണവും തമോ ഗുണവും ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ദർശനം പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് സത്വഗുണമുള്ളത് കാരണം നമ്മൾ പറയണു, നിങ്ങളിൽ ചിലവർക്ക് സത്വഗുണമുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കണം. ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് സത്യത്തിൽ സത്വഗുണക്കാരാവില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് 4-4.5 കൊല്ലം ഞാൻ ഈ ഒരു ഹിമാലയ പർവ്വതത്തെ പോലെയുള്ളൊരു സബ്ജക്റ്റ് പറഞ്ഞൊരു 4250 എപ്പിസോഡ് ഭാഗവതം സച്ചിദാനന്ദമൂർത്തിനെ പറ്റിയിട്ടുള്ളത്, പല സബ്ജക്റ്റുകൾ, എന്തുകൊണ്ട് ആൾക്കാരെ മുഴുവൻ ഒന്ന് റീച്ചാക്കണില്ല? കാരണം അവർ ഇത് വായിക്കാൻ കൊടുത്തു വെച്ചിട്ടില്ല. എനിക്ക് കുറച്ച് ഫണ്ട്സിൻ്റെ കമ്മി ഉണ്ടാവും. അത് ഈശ്വരൻ എനിക്ക് അറിഞ്ഞു തന്നിട്ടുള്ളൊരു പോരായ്മയാണ്. എന്തിന്? ഭജഗോവിന്ദം 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 ഭജഗോവിന്ദം. ഞാൻ മറ്റത് പറയില്ല, നെഗറ്റിവിറ്റി വേണ്ട ചേട്ടാ. അതുകൊണ്ട് രജസ്തമസ്സെഴുന്നോർക്ക് ഈ ദർശനം തന്നെ ദുർലഭം. ഏതോ ഭാഗ്യത്തിനാൽ ഇന്ന് ഈ വിധം സാധിച്ചതാം പ്രഭോ. ദൈത്യദാനവ ഗന്ധർവ സിദ്ധ വിദ്യാധരാദികൾ മിക്കവാറും തമസ്സിങ്കൽ മുഴുകുന്നവരല്ലയോ. അദ്ദേഹം തന്നെ ഒരു ശാന്തനം ചെയ്യാം. ദൈത്യ ദാനവ ഗന്ധർവ സിദ്ധ വിദ്യാധരാദികൾ മിക്കവാറും തമസ്സിങ്കൽ മുഴുകുന്നവരല്ലയോ. അവരോട് ഇത്രയും സ്നേഹം കാട്ടും നിൻ കനിവ് അത്ഭുതം. എന്നെ പോലുള്ള ആൾക്കാരോട് അങ്ങ് കാണിക്കുന്ന ഈ കനിവ് അത്യത്ഭുതം എന്നാണ് പറഞ്ഞത്. ആരെ? മഹാബലി. അവരോട് ഇത്രയും സ്നേഹം കാട്ടും നിൻ കനിവ് അത്ഭുതം. ദൈത്യന്മാരുടെ പക്ഷത്തിൽപ്പെട്ട ഞാൻ വൈരിയെങ്കിലും ദൈത്യന്മാരുടെ പക്ഷത്തിൽപ്പെട്ട ഞാൻ വൈരിയെങ്കിലും മഹാഭക്തോത്തമന്മാരെക്കാളും സൗഭാഗ്യശാലിയോ. ഇതാണ് അല്ലേ? എത്രയോ പണക്കാർ കോടീശ്വരന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ എന്നെപ്പോലെ ഒരാൾ ഇത്രയും ഭാഗവതപരമായിട്ടുള്ള ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിലനിർത്തി വരുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ചെറിയൊരു ആത്മാഭിമാനമുണ്ട്. ഈശ്വരൻ്റെ പ്രത്യക്ഷത്തിലുള്ള അനുഗ്രഹമാണല്ലോ എനിക്ക്. അതുകൊണ്ട് ഞാൻ വേറൊന്നും ആഗ്രഹിക്കണില്ല. ഇതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും വേണ്ട. ഭഗവാൻ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. നല്ലൊരു വീട്, ചെറിയൊരു കാറ്, അതൊക്കെ ധാരാളമായി. ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. നല്ല വിദ്യാഭ്യാസം, നല്ല നിലയിൽ കഴിയണം. ഇനി എന്താ വേണ്ട? മഹാഭക്തോത്തമന്മാരെക്കാളും സൗഭാഗ്യശാലിയോ ഞാനിവിടെ ബലിയുടെ കൂട്ടത്തിലാണ്. എന്താ? എൻ്റെ കയ്യിലുള്ളതൊക്കെ ഭഗവാന്റെ, എൻ്റേതായിട്ട് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. പിന്നെന്താ വേണ്ടത്?
ശങ്കിച്ചിടുന്നേൻ അടിയൻ നിൻ കാരുണ്യമിതോർക്കവേ. എനിക്ക് ഇതന്നെ ഞാൻ എത്രയോ പ്രാവശ്യം 100 വട്ടം ഞാൻ പറയുന്നുണ്ട്. കാരണം എന്താ? ശങ്കിച്ചിടുന്നേൻ അടിയൻ നിൻ കാരുണ്യം ഇതോർക്കവേ. വൈരം കൊണ്ടും ഭക്തി കൊണ്ടും കാമം കൊണ്ടും മഹാപ്രഭു, കാമം കൊണ്ടും ഗോപസ്ത്രീകളെ പോലെ മഹാപ്രഭു ചിലർ ഈ ദിവ്യ സാന്നിധ്യം മാർന്നു മിന്നുന്ന മാതിരി നിൻ പാദാസന്നരായി തന്നെ മേ വീടും തത്വശാലികൾ രണ്ടും ശരിയാണ്. വിളങ്ങുന്നില്ല ദേവന്മാരെന്തുകൊണ്ടാർക്കറിഞ്ഞിടാം. ദേവന്മാർക്ക് ഈ ഒരു അസുലഭ സന്ദർഭം കിട്ടൂല. കാരണം അവരതിന് കൊടുത്തു വെച്ചിട്ടില്ല എന്നർത്ഥം. അചിന്ത്യ ഐശ്വര്യമെഴും എൻ്റെ ഐശ്വര്യം എത്രയാണെന്ന് ആലോചിക്കുന്ന ബുദ്ധിശാലികളുണ്ട്, വിചക്ഷണന്മാർ. അവർക്ക് നമസ്കാരം. കാരണം അങ്ങ് കാരണമാണല്ലോ എനിക്ക് ഇത്ര ഐശ്വര്യം. അചിന്ത്യ ഐശ്വര്യമെഴും നാഥ നിൻ ദിവ്യലീലകൾ ഇന്ന മാതിരി എന്നാർക്കും ചൊല്ലുവാനാവില്ലൊരിക്കലും. തീർത്തു പറയാം, ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇന്ന മാതിരി എന്നാർക്കും ചൊല്ലുവാനാവില്ലൊരിക്കലും. മുക്തന്മാർ പോലും മുൾപൂവിലോർക്കും ഈ നിൻ പാദാംബുജം. അങ്ങയുടെ പാദാംബുജം മുക്തന്മാർ, മോക്ഷം കിട്ടിയവരും ഓർക്കും. കാരണം എന്താ? കിട്ടിയിട്ടുള്ള സൗഭാഗ്യത്തിൽ അവർ സദാ ആനന്ദചിത്തന്മാരാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിൽ, അവരുടെ ചിത്തത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ. മുക്തന്മാർ പോലും മുൾപൂവിലോർക്കും ഈ നിൻ പദാംബുജം മറന്ന് ഗ്രഹകൂപത്തിൽ തമസിൽ തങ്ങിടാതിനി. ഞങ്ങൾക്കിനി തമോ ഗുണത്തിൽ തങ്ങാൻ പാടില്ല. ഞങ്ങൾക്ക് ഇനിയൊരു ജന്മം വേണ്ട. മഹാഭക്തോത്തമന്മാരെ പോലെ നിൻ പുണ്യകീർത്തനം പാടിയും കൃഷ്ണനാമങ്ങൾ കീർത്തിച്ചും ചരിതാമൃതം നുകർന്നും പുണ്യമാം വൃന്ദാവനത്തിൽ ഒരിടത്തിലോ ഹിമാലയത്തിലോ വല്ല മഹൽ സന്നിധിയിങ്കലോ ഇരുന്നു സർവവും കൃഷ്ണമയമായി കണ്ടുകൊണ്ടു ഞാൻ ആനന്ദമഗ്നനായി തന്നെ വിലസേണ്ടും അനുഗ്രഹം. എനിക്കൊരു അനുഗ്രഹം വേണം. അതെന്താ? ഒന്നല്ലെങ്കിൽ വൃന്ദാവനത്തിൽ ബ്രഹ്മാവ് പറയണ്ടായി ഒരു പുല്ലായിട്ടെങ്കിലൊന്ന്, അല്ലേ? എല്ലാവരും അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹിമാലയ പർവ്വതത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷ്ണു സങ്കേതങ്ങളിൽ ഒരു കല്ലായിട്ട്, അല്ലെങ്കിൽ ഒരു അരുവിയായിട്ട്. അതാണ് പറഞ്ഞത്. മഹാഭക്തോത്തമന്മാരെ പോലെ നിൻ പുണ്യകീർത്തനം പാടിയും കൃഷ്ണനാമങ്ങൾ കീർത്തിച്ചും ചരിതാമൃതം നുകർന്നും പുണ്യമാം വൃന്ദാവനത്തിൽ ഒരിടത്തിലോ ഹിമാലയത്തിലോ വല്ല മഹൽ സന്നിധിയെങ്കിലോ, മഹാന്മാരുടെ സന്നിധിയിലായാലും തിരക്കടില്ല, ഇരുന്നു സർവവും കൃഷ്ണമയമായി കണ്ടുകൊണ്ടു ഞാൻ ആനന്ദമഗ്നനായി തന്നെ വിലസേണ്ടും അനുഗ്രഹം കനിഞ്ഞൊന്നരുളിയിടേണം. കമലായതലോചന അനുഗ്രഹിക്കണേ. കമലായതലോചന അനുഗ്രഹിക്കണേ. 3 വട്ടം. അത്രയ്ക്കും പുണ്യമില്ലെങ്കിൽ ആയതെന്നുളവാം വരെ, നീ അത്രയ്ക്ക് ഞാൻ കൊടുത്തു വെച്ചില്ലെങ്കിൽ അതാവുന്ന വരെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോരുത്. അത്രയ്ക്കും പുണ്യമില്ലെങ്കിൽ ആയതൊന്നുളവാം വരെ ചെയ്യേണ്ടതെന്തെന്നരുളി ചെയ്യണം കരുണാനിധേ. ആ ഒരു പദപ്രാപ്തിയിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം? അത് അങ്ങ് കനിഞ്ഞൊന്ന് പറഞ്ഞു തന്നാൽ തരക്കടില്ല. മനസ്സിലായില്ലേ? മഹാത്മാവായ ബലിയിൽ കനിഞ്ഞു കമലേക്ഷണൻ. ഇത്രയും പറഞ്ഞപ്പോൾ മഹാത്മാവായ ബലിയിൽ കനിഞ്ഞു കമലേക്ഷണൻ കൽപ്പിച്ചാൻ മെല്ലെ ഈ വണ്ണം കമനീയ മൃദുസ്മിതൻ. വളരെ മെല്ലെ ഗൗരവത്തോട് കൂടിയിട്ട് കൽപ്പിച്ചാൻ മെല്ലെ ഈ വണ്ണം കമനീയ മൃദുസ്മിതൻ സ്വയംഭുവാന്തരത്തിങ്കൽ മരീചിയുടെ പുത്രനായി ആറാൽ വിണ്ണോർ അവർ വിധാതാവിലേൽപ്പിച്ച നിന്ദയാൽ ദൈത്യേന്ദ്രപുത്രരായി പിന്നീട് അവരാം യോഗമായയാൽ ഞങ്ങൾ തൻ ജ്യേഷ്ഠരായി കംസൻ കൊന്നോരിവിടെ വാഴുകയാം. അപ്പോൾ കംസൻ കൊന്ന ആദ്യത്തെ 6 മക്കൾ ആരായിരുന്നു, എന്തായിരുന്നു, അവർ മരിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ എന്തൊക്കെയാ പറയുക,
അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അതാത് സ്ഥലത്തെ. അപ്പോൾ സ്വയംഭുവാന്തരത്തിങ്കൽ മരീചിയുടെ പുത്രരായി 6 ആൾ 6 ആൾ വെണ്ണോർ അവർ വിധാതാവേൽപ്പിച്ച നിന്ദയാൽ. അപ്പോൾ ബ്രഹ്മാവിനെ അവർ പരിഹസിച്ചു. അതുകൊണ്ട് അവർ മനുഷ്യന്മാരായി പിറന്നു കംസനാൽ വധിക്കപ്പെട്ടു. അവരിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗുണപാടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരെയും ബഹുമാനിക്കാണ്ടിരിക്കരുത്, ആരെയും നിന്ദിക്കരുത്. പരമശയോ. അപ്പോൾ 6 ആൾ വിണ്ണോർ അവർ വിധാതാവിലേൽപ്പിച്ച നിന്നയാൾ ദൈത്യേന്ദ്രപുത്രരായി പിന്നീട് അവരാം യോഗമായയാൽ തങ്ങൾ തൻ ജ്യേഷ്ഠരാം കംസൻ കൊന്നോരിവിടെ വാഴുകയാം. അതുകൊണ്ട് ഇവിടെ വാഴുകയാം. അടുത്തൊരിടം അമ്മയ്ക്കൊന്നവരെ കാണുവാൻ കൊതി. അടുത്തൊരിടം ഭൂമിയിൽ എൻ്റെ അമ്മ ഉണ്ട് ഇപ്പോൾ, ദേവകി ദേവി. അവർക്ക് ഈ 6 കുട്ടികളൊന്നും കണ്ടാതർക്കില്ലാന്നുണ്ട്. അടുത്തൊരിടം അമ്മയ്ക്കൊന്നവരെ കാണുവാൻ കൊതി ആകയാൽ കൊണ്ടുപോകേണം, അതിനായി ഞങ്ങൾ വന്നതാം. അവിടെ നിർത്താം. നല്ല സ്ഥലം അല്ലേ? അപ്പോൾ എന്തൊക്കെ ആയാലും ഈശ്വരഹിതം എന്താണ്, അതേ നടക്കുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈശ്വരീയതയെ മറന്നൊന്നും ചെയ്യാതേണ്ടിരിക്കുക. എന്നാൽ നമ്മൾക്ക് ശാന്തിയും സമാധാനവും ഈശ്വരാനുഗ്രഹവും മേൽക്കുമേൽ ഉണ്ടാവും എന്നുള്ള പരമസത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. പിന്നെ കാണാം.